എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് ട്രെൻഡ്? എന്താണ് അടുത്ത ട്രെൻഡ്? ഇപ്പോൾ ഇൻ ഫാഷൻ എന്താണ് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാട്ടോ ഇപ്പോൾ വരുമ്പോൾ. ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് ആണ് വേണ്ടത്, എന്താണ് വേണ്ടത് എന്നുള്ളത്, എന്താ ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് വരുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ പറയും, ട്രെൻഡ്സും അതായത് നമ്മളുടെ ഫാഷനും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ. അതായത് ഇപ്പം 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സംഭവമാണ് വീണ്ടും നമുക്കിപ്പോൾ ട്രെൻഡിലേക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ പിള്ളേരുടെ ഇടയിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒരിടയ്ക്ക് കംപ്ലീറ്റ് ലോ വേസ്റ്റ് ജീൻസ് ടൈറ്റ് ഫിറ്റഡ് ആയിട്ടാണ് പിള്ളേർ ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. വിത്ത് ജീൻസ് ടോപ്സ് ഒക്കെ ആണെങ്കിൽ കൂടി ഇപ്പൊ മക്കൾ ഇടുന്നത് കൂടുതലും ഹൈ വേസ്റ്റ് ജീൻസ്, ബെൽ ബോട്ടം പോലത്തെ ബാഗി പാൻസും ജീൻസും അങ്ങനത്തെ ടൈപ്സ് ആണ്. അവരുടെ വെയറിൽ തന്നെ ഡിഫറൻസസ് വന്നു, ക്രോപ്പ് ടോപ്സ് വന്നു. അപ്പം ഇത് എന്നും ഇങ്ങനെ റൊട്ടേഷനിലാണ് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. പണ്ട് നമ്മൾ കളിയാക്കും ജയന്റെ പാൻറ്റാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പോൾ അത് ട്രെൻഡാണ്. അപ്പൊ ചില ട്രെൻഡ്സ് ആദ്യം ഒരു ട്രെൻഡിലേക്ക് വന്ന് അത് നല്ലൊരു പീക്കിലേക്ക് എത്തും. പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ അതങ്ങ് നന്നായിട്ട് ഷൈൻ ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ അതിനൊരു ഡിപ്പ് വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ട്രെൻഡ് ആയില്ലേ എന്ന് നമ്മൾ തന്നെ ചോദിക്കും. അതുപോലെ ഒരു 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്തും താഴ്ത്തോട്ട് വരുന്നതാണ് ഓരോ ഫാഷനും ഉള്ളത്. പക്ഷെ ചില ഫാഷൻസ് ഉണ്ട്, അത് 365 ഡേയ്സ് ഏത് കാലത്താണെങ്കിലും അത് ട്രെൻഡാണ്. ഇപ്പം നമ്മളുടെ ഫീൽഡിലുള്ളത് ഇപ്പോൾ ബൊട്ടീക്കാണ്. നമ്മളുടെ ഫീൽഡിലുള്ളത് ഇപ്പോൾ ചിലർ പറയും കട്ട് വർക്ക്സ് എന്ന് പറയുമ്പോൾ കട്ട് വർക്കിന്റെ പല ടൈപ്സ് ഓഫ് വേരിയേഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു സാരി കട്ട് വർക്ക് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാൽക്കട്ടയിലൊക്കെ ചെയ്യിക്കുമ്പോൾ ചേച്ചി എല്ലാ ടൈപ്പ് കട്ട് വർക്കും ഉണ്ടല്ലോ എന്ന് പറയും. അവിടുത്തെ കട്ട് വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ത്രെഡ്സ് കൊണ്ട് ഈ ഹണി കോമ്പ് എന്ന് പറയില്ലേ, നമ്മുടെ തേനീച്ചക്കൂടിന് ഒരു ഹെക്സഗൺ ഷേപ്പാണ്. ഹെക്സഗൺസ് എല്ലാം കൂടെ കൂട്ടി വെച്ച ടൈപ്പ് ഫിനിഷിലാണ് ആ കട്ട് വർക്ക്സ് വരുന്നത്. അത് ആക്ച്വലി അവർ ത്രെഡ് ഇട്ടിട്ട് അടിച്ചിട്ട് ജസ്റ്റ് അത് ബേൺ ചെയ്ത് എടുക്കുമ്പോൾ വീഴുന്ന ഹോൾസ് ആണ് കട്ട് വർക്ക്സിന്റെ ആക്ച്വലി. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത് ഐദർ കോഡ് കട്ട് വർക്ക് ഇല്ലെങ്കിൽ ത്രെഡിൽ തന്നെ വീവ് ചെയ്തെടുക്കുന്ന കട്ട് വർക്കാണ്. കട്ട് വർക്ക്സ് തന്നെ നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഹാൻഡ് ഡൺ കട്ട് വർക്കും ഉണ്ട്, ഒന്ന് മെഷീൻ ഡൺ കട്ട് വർക്കും ഉണ്ട്. ഈ കട്ട് വർക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിയും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കാം അതെന്നും ഇൻ ട്രെൻഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 24 ഇയേഴ്സ്, 24 കൊല്ലമായി. പക്ഷെ അത്രയും കൊല്ലമായിട്ട് അന്ന് മമ്മി ഇച്ചിരി സ്റ്റിച്ചിങ്ങും കൂടെ ഉണ്ടായിരുന്ന കാരണം എൻ്റെ വെഡിങ് സാരിയിൽ ആക്ച്വലി ഒരു വീഡിയോയിൽ ഞാൻ അത് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് സാരി ചെയ്തിരിക്കുന്ന കാരണം അതിനകത്ത് ടിഷ്യൂ നല്ല ഓർഗൻസയിലാണ് ചെയ്തിരുന്നത്. ടിഷ്യൂവിൻ്റെ ആപ്ലിക്സ് ഉണ്ട്, കട്ട് വർക്ക് ഉണ്ട്, ഹാൻഡ് വർക്ക് ഉണ്ട്. കാരണം ഫാമിലിയിൽ എല്ലാവരും ഇതിലേക്ക് ഇന്നായിരുന്ന കാരണം ഇതെല്ലാം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എൻ്റെ വെഡിങ് സാരി വന്നത്. ഇന്നിപ്പോൾ ഞാൻ മോളുടെ കല്യാണം ഇപ്പോഴൊന്നും ഇല്ലാട്ടോ, ഒരു 2-3 ഇയേഴ്സ് ഗ്യാപ്പിലേക്ക് വരാനുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഏതാ, എൻ്റെ ആ സാരി നല്ലതായിരുന്നു, നല്ലൊരു യുണീക്ക് പീസ് ആയിരുന്നു, അതുപോലെ ഒരെണ്ണം ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുക. കാരണം അന്ന് അത് ട്രെൻഡ് ആയിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും തോറും ചിലർ അത് മറന്നു പോകും. പക്ഷെ കട്ട് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എവർഗ്രീൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിക്കൻ വർക്ക്സ് വരുന്നത്. അപ്പം അങ്ങനെ എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ട്രെൻഡ്സ് ഉണ്ട്. പക്ഷെ ചില ട്രെൻഡ്സ് ഭയങ്കര ഒരു പീക്കിൽ വന്നിട്ട് പിന്നെ ഒരു ഡിപ്പ് വരുന്ന ട്രെൻഡ്സും ഉണ്ട്. അത് പറയില്ലേ, നമുക്കൊരു കാലയളവിൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞ ഒരു 20 ഇയേഴ്സ് ഗ്യാപ്പിലാണ് ആക്ച്വലി ട്രെൻഡ്സ് ഒരിടയ്ക്ക് മാറിയിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പം അങ്ങനെയല്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വന്നു, നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്. നമുക്ക് അവരെ റീച്ച് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് അവേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അവരുടെ എല്ലാ ഫങ്ഷൻസും സംഭവങ്ങളും എല്ലാം നമുക്ക് സുഖമായിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കുന്നു, അവരെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അവരെന്തിടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡ്സും ഫാഷനും ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ട്രെൻഡും നമ്മൾ എടുക്കുമ്പോൾ ചിലർക്ക് ഒരിടയ്ക്ക് എന്ന് പറഞ്ഞാൽ സിൽവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന എല്ലാം ബോഡി ഫിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് എല്ലാം തന്നെ കുറച്ച് ലൂസ് ഫിറ്റ് ഓർ മീഡിയം ഫിറ്റ് ഫോംസിലാണ് കൂടുതലും പോകുന്നത്. അതുപോലെ പാൻസ്, സിൽവാർ ബോട്ടം, പട്ടിയാല ബോട്ടം ഒക്കെയാണ് ഒരു 15 ഇയേഴ്സ് ബാക്ക് പട്ടിയാല ബോട്ടവും സിൽവാർ ബോട്ടംസും ട്രെൻഡ് ആയിരുന്നെങ്കിൽ പിന്നെ അത് ചുടി ബോട്ടത്തിലേക്ക് കയറി. ചുടി ബോട്ടത്തിൽ നിന്ന് ഇപ്പോൾ പാൻ ബോട്ടം ഓർ സിഗരറ്റ് പാൻസിലേക്ക് വന്നു. അതിൻ്റെ കംഫർട്ട് കൊണ്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ട്രെൻഡ്. കാരണം ചുടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി സ്ട്രെയിൻ ഉണ്ട് അത് ഇടാനായിട്ട്. പക്ഷെ പെൻസിൽ പാൻറ് ആൻഡ് സിഗരറ്റ് പാൻസ് അല്ലെങ്കിൽ പാരലൽ പാൻസ് പറയുമ്പോൾ ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ ടു വെയർ. നമ്മുടെ ഫിറ്റ് വൈസ് നമ്മൾ കുറച്ച് ഒതുങ്ങിയിരിക്കുന്നത് എപ്പോഴും പെൻസിൽ പാൻസോ അല്ലെങ്കിൽ സിഗരറ്റ് പാൻസോ വരുമ്പോഴാണ്. പക്ഷെ ഈ പലാസോ പാൻസും പാരലൽസും എല്ലാം ട്രെൻഡ് ആണെങ്കിൽ കൂടി ഇപ്പൊ ട്രെൻഡാണ്. പക്ഷെ അത് എല്ലാവരും ഒന്ന് ചിന്തിക്കും. കാരണം എനിക്ക് ഇനി താഴത്തേക്ക് വരുന്ന ഏരിയയിലേക്ക് കുറച്ച് വണ്ണം തോന്നുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയും, സജസ്റ്റ് ചെയ്യും, യു ക്യാൻ ഗോ ഫോർ എ സിഗരറ്റ് പാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ അത്ര ആവില്ല. കാരണം അടിയിൽ നമ്മൾ സിബും കൂടെ വെച്ച് കറക്റ്റ് ഫിറ്റിലാണ് സിഗരറ്റ് പാൻസ് പോണേ. എന്നാൽ പാൻറ് ബോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ലൂസ് ഉണ്ട് അടിയിൽ, അപ്പം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അത്
അതും ഈ പറഞ്ഞ പോലെ കംഫർട്ട് ലെവൽ. ചില ഫാഷൻ ഈ കംഫർട്ട് ലെവൽ, അതായത് ഇടാനുള്ള സുഖം കൊണ്ട് അത് ട്രെൻഡിൽ നിന്ന് മാറുന്നില്ല. എന്നാൽ ചിലത് ഇടാനുള്ള മടി കൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിപ്പോൾ വേണ്ട എന്ന് നമ്മൾ വെക്കുന്ന ഏരിയയും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പം നിലവിൽ നമ്മുടെ ചുടി ബോട്ടത്തിൻ്റെ കണ്ടീഷൻ. കാരണം ഇപ്പം എല്ലാവരും പെൻസിൽ പാൻസ് ആൻഡ് പാരലൽസ് വരെയാണ് ഇപ്പം കൂടുതലായിട്ട് ഇവിടെ ഓപ്റ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയാണ് ഫാഷന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാഷൻ ട്രെൻഡ് വരുന്ന കാര്യത്തിൽ വെയർ ഓഫ് കംഫർട്ട് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവലും കൂടെ അതിലൊരു മേജർ ഫാക്ടർ ആണെന്നുള്ളത് ഇപ്പം ഞാൻ ആ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ വളരെ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്നത് ഇപ്പം നമ്മുടെ കാഞ്ചീപുരം സാരി തന്നെ എടുക്കാം. വെഡിങ്സിന് എൻഗേജ്മെന്റ്സിനൊക്കെ നമ്മൾ പെട്ടെന്ന് ആദ്യം ഓപ്റ്റ് ചെയ്യാതാണ്, കാരണം അത് ട്രഡീഷണൽ ആണ്. അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള എന്തും എന്നും 365 ഡേയ്സിലും ഫാഷനാണ്. പക്ഷെ ചെറിയ ഇപ്പം കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന ട്രെൻഡ്സ് അത് ഇൻ ആൻഡ് ഔട്ട് മാറിയും മറിഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പം നമ്മൾ പൊതുവേ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ചേച്ചി എനിക്കൊരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് അവരുടെ കംഫർട്ട് സോൺ ആണ്. എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം. ഞാനിപ്പോൾ ഫാഷൻ്റെ കാര്യമായിട്ടോ പറയണേ, നോട്ട് അബൌട്ട് ദ ബഡ്ജറ്റ് ഓർ എനിത്തിങ് എൽസ്. ഫാഷൻ്റെ കാര്യത്തിൽ വെച്ച് എന്തായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുക എന്ന് പറഞ്ഞാൽ ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒന്ന്, പിന്നെ അത് ഇൻ ട്രെൻഡ് ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും. അങ്ങനെ പല ഓപ്ഷൻസ് ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു കസ്റ്റമറിനെ നോർമലി സമീപിക്കാറുള്ളത്. അപ്പം ഫാഷനിലുള്ളതാണെങ്കിൽ അതും കൂടെ അതിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഔട്ട്പുട്ട് വരുന്നത് ഒരു യുണീക്ക് പീസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ഐഡിയാസ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം. അതുപോലെ തെരേസ ഡിസൈനേഴ്സ് ഫോളോ ചെയ്യുക. താങ്ക്